ഹായ് ഹലോ പിള്ളേർക്ക് നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗാണ്. കുഞ്ഞൻ പോകാത്ത ദിവസമായിട്ട് ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടം വരെ പോവാണ്. ഈ പോകുന്നിടം നമുക്കിവിടെ ഫാമിലി മെമ്പറായ ഒരു കുട്ടി പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് ബാക്ക് പെയിൻ നല്ല രീതിയിൽ കൂടി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം കിടക്കാൻ വയ്യ. കിടക്കുമ്പോൾ തന്നെ നല്ല വേദനയും ബുദ്ധിമുട്ടും കിഴപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ ഫുള്ള് കരച്ചിലൊക്കെ ആയിരുന്നു ഞാനിരുന്ന്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എന്നാൽ നേരെ തന്നെ പോകാമെന്ന് കുഞ്ഞൻ രാവിലെ പറഞ്ഞു. നമ്മൾ എന്തായാലും ഇതുകൊണ്ട് പോകാം, ഹോസ്പിറ്റലിൽ പോകാം എന്നും പറഞ്ഞിട്ട് പിന്നെ എന്നെയും കൊണ്ട് അങ്ങ് പോകാമെന്ന് ചോദിച്ചു. രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇവിടെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഒന്ന് രണ്ട് വട്ടം ചെല്ലുമ്പോഴേ നമുക്ക് പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പ്രശ്നത്തിന് 3 വർഷത്തിന് മുകളിലായി എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഡിസ്കിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പം ഇപ്പോൾ ഒരു 1-2 കൊല്ലം ആയതേ ഉള്ളൂ. പക്ഷേ ബാക്ക് പെയിൻ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. നീർക്കെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതാ നേരെ ഇവിടെ വന്നു. ഇത് കരിക്കോട് കേട്ടോ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടതിന് ശേഷം അവർ മരുന്ന് തന്നു. പിന്നെ ഈ ഡിസ്ക് എനിക്ക് തിരിഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. അത് പിന്നെ അവർ പിടിച്ചൊക്കെ ഇടുന്ന ഒരു രീതിയാട്ടോ. അങ്ങനെ പിടിച്ചൊക്കെ ഇട്ടു. എനിക്ക് ഇപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉള്ളതുപോലെ ഫീൽ ചെയ്തു. കാരണം എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുനിയാനോ ഇല്ലെങ്കിൽ ഇങ്ങനെ കാലൊന്ന് പൊക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവിടെ ചെന്നപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നി. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2 ദിവസം നമുക്കിപ്പോൾ പിടിച്ചിട്ടതിൻ്റെയൊക്കെ ഒരു വേദന ഉണ്ടാകും. അതുകൊണ്ട് അവർ പിന്നെ വലിയ പണിയൊന്നും എടുക്കരുത്, റെസ്റ്റ് എടുക്കാനെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും ഇത്രയും നാൾ നമ്മൾ നോക്കിയില്ലേ, ഈ ഒരാഴ്ചയും കൂടെ നോക്കാമെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ 2ാമത്തെ പ്രാവശ്യം കൂടെ പോയിട്ട് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതും മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്താ ഇവിടെ വരുന്ന വഴിക്ക് തന്നെ ഒരു കടയിൽ കയറി. ഒരു ബേക്കറിയാണ്. നമ്മൾ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. വീട്ടിലൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് പിന്നെ പോക്ക് നടക്കത്തില്ലല്ലോ. കുഞ്ഞിനാണെങ്കിൽ തന്നെ ഇറങ്ങിപ്പോയി മേടിക്കാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വരികയാണെങ്കിൽ പിന്നെ പാടില്ല. അതിന് വേണ്ടി ഇനി പിന്നെ പുറത്തോട്ട് പോവുകയും വേണ്ടല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഇതാ വന്ന ഉടനെ നല്ല ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ ആ ഒരു കടയിൽ നിന്ന് തന്നെ നമ്മൾ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസ് മേടിച്ചിരുന്നു. ഒരെണ്ണേ മേടിച്ചുള്ളൂ. എനിക്ക് നല്ല പഴത്തിൻ്റെ ആ ഒരു ഇത് കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും മാറി തിരിഞ്ഞും കഴിച്ചു. അത് കഴിഞ്ഞ് പപ്സും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ലഡു കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതി. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം മേടിച്ചു. മധുരമല്ല, എനിക്ക് അങ്ങനെ വല്ലപ്പോഴും കഴിക്കാനുള്ള കൊതിയുള്ളൂ, അല്ലാതെ എപ്പോഴും എനിക്ക് അങ്ങനെ കഴിക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ ലഡുവും പിന്നെ ഒരു ജിലേബിയും മേടിച്ചു. അപ്പോൾ ഒരു ലഡു കുഞ്ഞിന്, ഒരു ലഡു എനിക്ക്, അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഒരെണ്ണം ഞാൻ കഴിച്ചു, ഒരെണ്ണം കുഞ്ഞും കഴിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന് അധികം വേണ്ടാന്ന് പറഞ്ഞ പകുതി ഇങ്ങ് തന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പകുതി നിന്ന് അത് ഇട്ടുതരാൻ എനിക്കിപ്പം വേണ്ട, പിന്നെ എങ്ങനെ കഴിച്ചോളാം എന്നിങ്ങനെ പറയുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ അങ്ങനെയും പോയി കിടന്നു. എനിക്ക് വയ്യ, എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ആ ഒരു വേദനയൊക്കെ ഉണ്ട് ദേഹത്ത്. ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തതിൻ്റെ ഒരു വേദന ശരീരത്തിൽ എന്തായാലും കാണും. 2 ദിവസം നല്ലൊരു വേദനയും ബുദ്ധിമുട്ടും കാണും. പിന്നീട് അതങ്ങ് അങ്ങ് മാറി വന്നോളും. അപ്പോൾ 2 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുത്ത് വേണം, വാരിച്ച പണികളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഫുൾ ബെഡ് റെസ്റ്റൊന്നും അല്ല, ഒരുവിധം ജോലിയൊക്കെ പിന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നെന്തായാലും 2 ദിവസത്തേക്ക് അത്രയും അങ്ങനെ ഒന്നും ചെയ്യാണ്ട് എന്നെ നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഇന്ന് 2 ദിവസം എനിക്ക് ഇനി കുഞ്ഞൻ പറഞ്ഞിട്ട് അനങ്ങ പോലും ചെയ്യരുത്, നീ ബെഡിൽ തന്നെ കിടന്നു, എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് പറ്റത്തില്ലെങ്കിൽ ഫുഡ് പുറത്തൊന്ന് മേടിക്കാം എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോയി കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റത് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ കുഞ്ഞൻ ആ ഒരു സമയത്ത് പോയി കോഫിയൊക്കെ ഇട്ടു. എന്നിട്ട് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട് ആൾ തന്നെ പോയി കോഫിയൊക്കെ ഇട്ടിട്ട് പിന്നീട് എന്നോട് വന്ന് വിളിക്കുമായിരുന്നു. പിന്നെ ഇതിന് മുന്നേ നമ്മളാണെങ്കിൽ 1-2 വീഡിയോസിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചില ആൾക്കാർ നമ്മളെ ഒരുപാട് മോശം രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഫുഡ് എപ്പോഴും ഇത് ഫുഡിനെ കുറിച്ച് കുറ്റമാണല്ലോ പറയുന്നത്, അങ്ങനെയാണല്ലോ ഇങ്ങനെ നല്ലതെന്ന് തന്നെ പറയുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന സാധനമല്ലേ. അതെനിക്ക് കഴിച്ച് ഫുഡ് പോയ്സൺ ആയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ ഫുഡ് പോയ്സൺ ആയിട്ട് എനിക്ക് വയറിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല.
കുഞ്ഞിനും വയ്യാണ്ടിരിക്കുകയാണ്, എനിക്കും വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചില ദിവസങ്ങളിലേക്ക് 2-3 നേരമൊക്കെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു ദിവസമായിരുന്നു ഇങ്ങനൊരു പണി കിട്ടിയ ആൾ എനിക്ക് വേണ്ടി വെച്ചൊക്കെ തന്നിട്ട് പിറ്റേന്നായപ്പോൾ ആൾക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു ദിവസം നമ്മൾ ആ ഒരു ദിവസം എല്ലാം പുറത്തുനിന്നായിരുന്നു ഫുഡ് മേടിച്ച്. രാവിലെ മേടിച്ച ഫുഡ് എനിക്ക് വയറിന് ശരിയായില്ല, ലൂസ് മോഷൻ ആയിരുന്നു, കുഞ്ഞിനും ആ വയറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദനയായി. അതും രാവിലത്തെ ഫുഡ് മേടിക്കുമ്പോൾ നമ്മൾ രാവിലെ വെക്കുന്ന ഫുഡായിരിക്കുമല്ലോ, അപ്പോൾ നന്നായിട്ട് ഇരിക്കും. അപ്പോൾ ഇതാണെങ്കിൽ കൊള്ളി പോലെ ആയിരുന്നു ഇടിയപ്പം കിട്ടിയിരുന്നത്, കറി ഒഴിച്ചിട്ട് പോലും അത് കുതിരുന്നില്ല, ആ ഒരു രീതി ഇരുന്നു. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു രാവിലത്തെ ഫുഡല്ലേ, എന്നിട്ട് പോലും മേടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് മേടിച്ച ഫുഡ് നല്ല ഫുഡായിരുന്നു. അപ്പം നല്ലതെന്ന് പറയുന്ന ആരും കേൾക്കുന്നില്ല. നമ്മൾ അതിനകത്ത് ഇതോട്ട് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് മോശമാണ്. എല്ലാവർക്കും വരുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് പ്രശ്നമായെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ല, പ്രശ്നമായെങ്കിലും നല്ല ഫുഡായിരുന്നു എന്നാണോ പറയുന്നത്. ഫുഡ് മോശമായതുകൊണ്ട് നമുക്ക് വയറിന് പിടിച്ചില്ല എന്നൊക്കെയല്ലേ പറയത്തുള്ളൂ. അങ്ങനെ ഞാനും പറഞ്ഞോളൂ. അത് കഴിഞ്ഞ ദിവസം ഒരു ഷവർമയുടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് ഉപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു. ആദ്യം കഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല, പിന്നീട് കഴിച്ചപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് നല്ല ഷവർമയായിരുന്നു. പക്ഷേ ഉപ്പ് നല്ല രീതിയിൽ കൂടുതലിട്ടുണ്ടായിരുന്നു. കാരണം കഴിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കൊരു ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കഴിച്ചു, കാരണം എനിക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കഴിച്ചു. നല്ല വിശന്നും കൂടി ഇരുന്നതുകൊണ്ട് അതെന്തായാലും കഴിച്ചു. പക്ഷേ ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞത് അത് വലിയ കുറ്റമാണോ? നല്ല ഉപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഷവർമയ്ക്കകത്ത് ഇത്രയും ഉപ്പായിട്ട് കഴിക്കുന്നത്. അത് എന്തിനാണ് ആ ഉപ്പ് കൂടിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞനും പറഞ്ഞു കുഞ്ഞനും ഉപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ചു 2 പേരും. അത് പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി. അതിനും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്തോ പിന്നെ ഏത് ഫുഡ് എടുത്താലും നിങ്ങൾ കുറ്റമല്ലാതെ ഒന്നും പറയത്തില്ല, കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്തേക്കുന്നത്. എന്ത് പാടോ ഇതൊക്കെ, എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഞാനും പറഞ്ഞത്. അതിനകത്ത് ഞാൻ എന്തോ പ്രത്യേകിച്ച് മോശം എന്നങ്ങ് പറഞ്ഞുകൊണ്ടൊന്നും ഇല്ല. അതിനകത്ത് നമുക്ക് തോന്നിയ കാര്യം പറയാൻ പാടില്ല എന്നുണ്ടോ? എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അതുമാത്രമേ ഞാനും പറഞ്ഞോളൂ. അതിനകത്ത് ആരും നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ ഇനി ഓരോരുത്തരുടെയും കാഴ്ചപ്പാടല്ലേ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറഞ്ഞു, എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിനു മുന്നേ വേറൊരു വീഡിയോ ഇട്ടപ്പം നല്ലതെന്ന് പറഞ്ഞതിന് കുറ്റം പറഞ്ഞ ആൾക്കാരാണ്. അതിനകത്ത് എനിക്ക് വയ്യാണ്ടിരുന്നാണ് ഫുഡ് കഴിച്ചത്. ആ ഒരു സമയത്ത് എൻ്റെ പറയാം, എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നില്ല, നല്ലതല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൂടെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവരുടെ കടക്കാർക്ക് എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചിട്ടാണോ പറയാതിരിക്കുന്നത്, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരും ഉണ്ട്, ഇങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും കുറ്റം പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി അതൊക്കെ പോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പറയേണ്ടവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു കോഫിയൊക്കെ ഇട്ടു കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പോയി കിടന്നു. അത് കഴിഞ്ഞ് പിന്നീട് രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് മേടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പുറത്തുനിന്ന് മേടിക്കണ്ട, നമുക്കുള്ളത് എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കപ്പ ഇരിപ്പുണ്ടായിരുന്നു. ഇത് അച്ഛനും അമ്മയൊക്കെ അന്ന് വന്നപ്പം കൊണ്ടുവന്നതായിരുന്നു, വീട്ടിലെ കപ്പയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊന്ന് പൊളിച്ചൊന്ന് അരിഞ്ഞെടുത്തു. കുഞ്ഞിനാണെങ്കിൽ പൊളിക്കാനൊന്നും അറിയില്ല അത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ പൊളിച്ചു തരാം. പിന്നെ അരിഞ്ഞൊക്കെ കൊടുത്തു. അരിയാനൊന്നും ആൾക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം പുഴുങ്ങണോ അതോ നമ്മൾ വേവിക്കണോ എന്നിങ്ങനെ ഒരു ഡൗട്ടായിരുന്നു. അപ്പം വേവിക്കുവാണെങ്കിൽ കറി ഇരിപ്പുണ്ടായിരുന്നു, മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുഞ്ഞൻ പറഞ്ഞു മീൻകറിയും ചീനിയും കൂടെ കഴിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്നാൽ വേവിക്കാം. അതിന് ഞാൻ പിന്നെ എല്ലാം അരിഞ്ഞു കൊടുത്തു. നല്ല തടിയായിരുന്നു കേട്ടോ ഇതിനകത്ത്, ശരിക്കും പറഞ്ഞാൽ നല്ല തടിയാണ് ഈ ചീനിക്കകത്ത്. അത് ഇങ്ങനെ നാര് പോലെ അങ്ങ് തടിയായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും പിന്നീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ കഴുകി വാരിയൊക്കെ തന്നു. പിന്നീട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അവിടെ പോയിരുന്നു. അന്നേരം ഒന്ന് തിളച്ചിട്ട് ഒന്ന് ഊറ്റുന്നുണ്ടായിരുന്നു, നല്ല ഊറ്റി ഉണ്ടായിരുന്നു എന്ന് അമ്മ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, വന്നപ്പം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വെള്ളം ഊറ്റിയതിന് ശേഷം പിന്നീട് ഒന്നും കൂടെ വെള്ളം തിളപ്പിച്ച് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വന്ന് വെന്തോന്ന് നോക്കുകയാണ്. എനിക്കിങ്ങനെ ചിലതൊക്കെ വേഗാത്ത പോലെ കിടക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറക്കി തിന്നും. അങ്ങനെ ശീലം കേട്ടോ. അങ്ങനെ എടുത്തെടുത്ത് തിന്നും കൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ ചിലതൊക്കെ വെന്തു, ചിലത് വേകാനുണ്ട്.
എനിക്കിങ്ങനെ ഈ സംഭവം ഇങ്ങനെ പണ്ട് മമ്മി എനിക്ക് ഊറ്റിയിട്ട് തരുവേ. ഇങ്ങനെ കോരി നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഊറ്റി ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഉള്ളി ഉണ്ടല്ലോ, ചുമന്ന കുഞ്ഞുള്ളി, അതും ഇങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് ഇട്ട് ചിലപ്പോൾ ഒരു ഉണക്കമീനും പിന്നീട് തേങ്ങ പൂളി കൊണ്ട് തരും. എന്നിട്ട് പറയും ഇത് രണ്ടെടുത്ത് കഴിച്ചിട്ട് ഈ തേങ്ങാപ്പൂളും കൂടെ കടിക്കാൻ പറയും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് മമ്മി എന്നാണ് ഞാൻ ആദ്യം കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീനി വേവിക്കുമ്പോൾ പറയും അമ്മ ചീനിക്കകത്ത് അരപ്പിടുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് തരണേ എന്നിങ്ങനെ പറയുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ പിന്നെ ഇന്ന് നമ്മൾ അരച്ചെടുക്കണമെന്നുണ്ട്. പിന്നെ കുഞ്ഞിന് തേങ്ങ തിരുകാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പിന്നെ താമസം എടുക്കും, അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചാലിച്ചൊഴിച്ച് അങ്ങനെ ഇളക്കിയെടുക്കാം. ഞങ്ങൾ അങ്ങനെയാണ് എടുക്കാറുള്ളത്. പിന്നെ കുറേ പേര് നമ്മളോട് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അരപ്പൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ലതാണ്, അതായത് തേങ്ങയൊക്കെ ചതച്ചിട്ടെടുക്കുകയാണെങ്കിൽ നല്ലതാണെന്നൊക്കെ. അങ്ങനെ ഒരു വട്ടം ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് തന്നെ എപ്പോഴും പറയുന്നതല്ലേ, ശരിക്കും മടിയുണ്ടെങ്കിൽ ചെയ്യാത്ത കേട്ടോ. അങ്ങനെ പിന്നെ ചീനിയൊക്കെ ഒന്ന് ഇളക്കി എല്ലാം റെഡിയാക്കി കുഞ്ഞിനിങ്ങനെ ഇളക്കി തന്നു കേട്ടോ. എൻ്റെ ഇതുപോലെ നീ ഇളക്കണ്ട, ഞാൻ ഇളക്കി തരാമെന്നും പറഞ്ഞ് ഇളക്കിയൊക്കെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ മീൻ കറിയൊക്കെ ആയിട്ട് പിന്നീട് ഞങ്ങൾ വെച്ചിട്ട് കട്ടനും കൂടി ഇട്ടു. കട്ടനും കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ കട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക്. പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തുള്ളൊരു ബെൽ ബട്ടനും കൂടെ ഓണാക്കി ഇടണം, അത് ഓൾ ബെൽ ബട്ടൺ തന്നെ. അപ്പോഴത്തേക്ക് നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എല്ലാ വീഡിയോസിൻ്റെയും ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.